പ്രയാഗരാജിലെ മഹാകുംഭമേളയിൽ നിന്ന് ആ മഹാകുംഭമേള സ്ഥലത്തെ ത്രിവേണി സംഗമസ്ഥാനത്താണുള്ളത്. മുഴുവൻ മൂടൽ മഞ്ഞാണ്. ആ മൂടൽ മഞ്ഞിനിടയിൽ നമുക്കൊരു ഭാഗവത ശ്ലോകം ഒന്നനുസ്മരിക്കാം. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ സവൈ പുംസാം പരോ ധർമ്മഃ യതോ ഭക്തിരധോക്ഷജേ അഹൈതുക്യവ്യവഹിത യയാത്മാ സംപ്രസീദതി. സവൈ പുംസാം പരോ ധർമ്മഃ യതഃ അധോക്ഷജേ അഹൈതുകി അവ്യവഹിതാ ഭക്തി ജായത്തെ സഹ ഏവ പുംസാം പരഃ ധർമ്മഃ. യാതൊരു പ്രവൃത്തിയിൽ നിന്ന്, യാതൊരു കർമ്മത്തിൽ നിന്ന് മനുഷ്യർക്ക് നിഷ്കാമമായ അഹൈതുകിയായ ഇടതടവില്ലാത്ത ഭക്തി ഉണ്ടാകുന്നുവോ അതാണ് മനുഷ്യരുടെ പരമമായ ധർമ്മം. യാതൊന്നിലൂടെയാണോ ഭഗവാൻ പ്രസന്നനാകുന്നത്, അപ്പോൾ ഭഗവാനെ പ്രസന്നനാക്കുന്ന നമ്മുടെ യാതൊരു പ്രതിഫലവും മോഹിക്കാതെയുള്ള നിഷ്കാമമായിട്ടുള്ള ഭക്തി, ആ ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ആ ഭക്തി വർധനമാണ് യഥാർത്ഥത്തിൽ ഈ മഹാകുംഭമേളയിൽ. ഇവിടെ കോടിക്കണക്കിന് ആൾക്കാർ ഒത്തുചേരുന്നു. അവരെ പരസ്പരം അറിയുന്നില്ല ആരാണെന്ന് പോലും. പക്ഷെ എല്ലാവരും ഈ ഒരു ഗംഗാസ്നാനം, ത്രിവേണി സംഗമ സ്നാനം നിർവഹിച്ച് കൃതാർത്ഥരായി മഹാദേവനെയും ഗംഗാദേവിയെയും ആ ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും മോക്ഷത്തിൻ്റെയും ഭൂമിയിൽ ഒത്തുചേരുന്നു. ഇത് ഭക്തിവർദ്ധകമാണ്. അതുകൊണ്ട് തന്നെ ഇതും ശ്രേയസ്കരമായിട്ടുള്ള ധർമ്മമാണ്. സവൈ പുംസാം പരോ ധർമ്മഃ യതോ ഭക്തിരധോക്ഷജേ അഹൈതുക്യവ്യവഹിത യയാത്മാ സംപ്രസീദതി. നമസ്തേ.